സെപ്റ്റംബർ റിലീസുകളെ പറ്റിയുള്ള വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകി. ഓൾറെഡി 5-6 ദിവസം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. ഈ ആഴ്ച പക്ഷേ ഗോട്ട് മാത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള ആഴ്ചകളിലാണ് ബാക്കിയുള്ള സിനിമകളൊക്കെ ഇനി വരാതിരിക്കുന്നത്. സോ ഈ മാസത്തിലെ ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. സോ അടുത്ത ആഴ്ച സെപ്റ്റംബർ 12 നമുക്ക് ARM പുറത്തിറങ്ങുന്നുണ്ട്. അജയൻ്റെ രണ്ടാം മോഷണം. ടോവിന് പ്രധാന വേഷത്തിലെത്തുന്ന ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം ഒരു പീരീഡ് ബേസിലുള്ള ഒരു മൂവിയാണ്. പക്ഷേ ഒരു 3 കാലഘട്ടവും 3 കഥാപാത്രങ്ങളൊക്കെയാണ് ടോവിന് ഇതിൽ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ട്രെയിലർ ഭയങ്കരധികം പ്രോമിസിംഗ് ആയിരുന്നു. ഇതൊരു 30 കോടി ബഡ്ജറ്റിൽ മാത്രം ഒരുക്കിയൊരു സിനിമയാണെന്നുള്ളത് ഇതിൻ്റെ ഒരു വിഷ്വൽസ് കാണുമ്പോഴേ നമുക്ക് തോന്നില്ല. അറൗണ്ട് ഒരു 100 കോടി ബഡ്ജറ്റിൽ ചെയ്തതായിട്ടൊക്കെ തോന്നും. സോ ഈ വർഷം ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന മലയാളം മൂവീസിൽ ഒന്ന് കൂടിയാണ് ARM. നമ്മൾ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുള്ള ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു മൂവി കൂടിയാണ് ARM എന്ന് പറയാം. ആൻഡ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ഒപ്പം തന്നെ സെപ്റ്റംബർ 12 കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞൊരു സിനിമ കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന ഒരു മൂവിയാണ്. ഇതിൻ്റെ ട്രെയിലറും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദെൻ സെപ്റ്റംബർ 13 കൊണ്ടൽ എന്ന് പറഞ്ഞൊരു ആക്ഷൻ ത്രില്ലർ മൂവി കൂടി പുറത്തിറങ്ങുന്നത്. നമ്മുടെ ആന്റണി വർഗീസ് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു മൂവിയാണ്. സോ ഈ 3 സിനിമകളാണ് ഓണം റിലീസുകളായിട്ട് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന വലിയ സിനിമകൾ. ദെൻ 13 ഹെൽ ബോയ് ദി ക്രൂക്കഡ് മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഹോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ഹെൽ ബോയ് ഫ്രാഞ്ചൈസിലെ മൂവി തന്നെയാണെങ്കിലും ഇതൊരു സ്പിൻ ഓഫോ പ്രീക്വലോ സീക്വലോ ഒന്നുമല്ല, റീബൂട്ടാണ്. ആദ്യമായിട്ട് റീബൂട്ട് ചെയ്യുന്നതല്ല, ഓൾറെഡി ഇതിനു മുമ്പ് ഒരു റീബൂട്ട് ഉണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ റീബൂട്ടാണ് ഈ ഹെൽ ബോയ് ക്രൂക്കഡ് മാൻ. ഈ സിനിമ ഡയറക്റ്റ് ആയിട്ട് തിയേറ്ററിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. ദെൻ ഇതേ ദിവസം തന്നെ ദ കില്ലേഴ്സ് ഗെയിം എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ഡേവ് ബാറ്റിസ്റ്റ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ്. ഈ സിനിമയും തിയേറ്ററിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. ദെൻ നെറ്റ്ഫ്ലിക്സിലൂടെ അഗ്ലീസ് എന്ന് പറഞ്ഞൊരു സൈഫൈ ത്രില്ലർ മൂവി പുറത്തിറങ്ങുന്നുണ്ട്. ഒരു പോസ്റ്റ് അപ്പോകലിപ്റ്റിക് ഡിസ്റ്റോപ്പിയൻ വേൾഡിൽ നടക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ജോയ് കിങ് ആണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് സിനിമ ഡയറക്റ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും സെപ്റ്റംബർ 13 റിലീസ് ചെയ്യുന്നത്. ദെൻ ഇതേ ദിവസം തന്നെ ലീ എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഒരു വാർ ബയോപിക് ആണ്. നമ്മുടെ കേറ്റ് വിൻസ്ലെറ്റ് ഒക്കെ ആണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. അറൗണ്ട് ഒരു 7-8 വർഷക്കാലം ഗ്യാപ്പ് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ അത്രയും ടൈം എടുത്തിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. കേറ്റ് അവതരിപ്പിക്കുന്ന ഒരു വാർ ജേർണലിസ്റ്റിന്റെ ഒരു ഓട്ടോബയോഗ്രഫിക് മൂവിയാണിത്. ദെൻ 13 തന്നെ ദി ബക്കിംഗ്ഹാം മർഡർ എന്ന് പറഞ്ഞൊരു ക്രൈം ത്രില്ലർ ചിത്രം ഹിന്ദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അൻസൽ മേത്ത സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിൽ കരീന കപൂറാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് പോവുക. ദെൻ ഇതേ ദിവസം തന്നെ ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞൊരു കൊറിയൻ ആക്ഷൻ ത്രില്ലർ ചിത്രം കൂടി നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 13 തന്നെ ഹോളിവുഡിൽ നിന്നും സ്പീക്ക് നോ ഈവൾ എന്ന് പറഞ്ഞൊരു ചിത്രം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ജെയിംസ് മക്കോയൊക്കെ പ്രധാന വേഷത്തിലുള്ള മൂവിയാണ്. ഓൾറെഡി ഇതേ പേരിലുള്ളൊരു ഡാനിഷ് മൂവി ഉണ്ട്. ആൻഡ് ഇതിന് തന്നെ 1-2 അല്ലെങ്കിൽ 2-3 റീമേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡാനിഷ് ചിത്രത്തിന് തന്നെ ഹോളിവുഡ് റീമേക്കാണ് ഈ ഒരു ചിത്രം. സോ 13 തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ദെൻ 18 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ നമ്മുടെ മാർവലിലെ ഏറ്റവും പുതിയ സീരീസായ അഗാത ഓൾ അലോങ് എന്ന് പറയുന്ന സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇത് ഡയറക്റ്റ് MCUവിൽ വരുന്ന സീരീസാണ്. ഓൾറെഡി നമ്മൾ വാൻഡാവിഷനിൽ കണ്ട ആ ഒരു ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് പോലെ ഇറക്കുന്ന ഒരു സീരീസ് ആണെന്ന് പറയാം. വാൻഡാവിഷന്റെ അതേ സ്വഭാവമുള്ള ഈ ഒരു സീരീസ് ഒരു മിനി സീരീസ് ആയിരിക്കും. ആൻഡ് മാർവലിലെ ഫേസ് 5 ഈ ഒരു സീരീസ് അടങ്ങുക. മൊത്തം 9 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. അതിന്റെ ആദ്യ 2 എപ്പിസോഡുകളായിരിക്കും സെപ്റ്റംബർ 18 പുറത്തിറങ്ങുന്നത്. ദെൻ സെപ്റ്റംബർ 20 യുദ്ര എന്ന് പറഞ്ഞൊരു ആക്ഷൻ ത്രില്ലർ ചിത്രം ബോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. സിദ്ധാർത്ഥ് ചതുർദേവും മാളവിക മോഹനൊക്കെയാണ് ഇതിൽ പ്രധാന വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഈ സിനിമ 20 തിയേറ്ററിലൂടെ റിലീസ് ചെയ്യും. ഇതേ ദിവസം തന്നെ ട്രാൻസ്ഫോമർ 1 എന്ന് പറഞ്ഞ ആനിമേറ്റഡ് ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്ന സിനിമയാണ്. ആ ഒരു ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ ആനിമേറ്റഡ് മൂവി ആയിരിക്കും എന്ന് പറയാം. ആൻഡ് ഇതൊരു പ്രീക്വലാണ്. ആൻഡ് ഇതിന് ക്രിസ് ഹെംസ്വർത്ത്, കാരൽ ജോഹാൻസൺ, ജോൺ ഹാം, ലോറൻസ് ഫിഷ്ബൺ തുടങ്ങി ഒരു വലിയ താരനിര തന്നെ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ പുറത്തിറങ്ങുന്ന ഒരു ഹോളിവുഡ് റിലീസാണ് ട്രാൻസ്ഫോമേഴ്സ് 1. ഇത് തിയേറ്ററിലൂടെ ആയിരിക്കും ഇന്ത്യയിൽ റിലീസ് ചെയ്യുക. സെപ്റ്റംബർ 22 ഫ്രമിന്റെ സീസൺ 3 പുറത്തിറങ്ങുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സീരീസ് ആണ്. നമ്മുടെ ലോസ്റ്റിന്റെ ക്രിയേറ്റേഴ്സ് എടുക്കുന്ന സീരീസ് ആണ്. നല്ല അധികം അങ്ങോട്ട് പോപ്പുലർ ആയിട്ടില്ലെങ്കിലും ഒരു പ്രത്യേക ഫാൻ ഗ്രൂപ്പ് തന്നെ ഈ സീരീസിനുണ്ട്. ആദ്യ സീസൺ കണ്ടവരെല്ലാം തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഇതിന് 2-3 സീസണുകൾ. സീസൺ 2 അടിപൊളിയായിരുന്നു. സീസൺ 3 കുറേ മിസ്റ്ററീസ് അല്ലെങ്കിൽ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി കിട്ടാനുണ്ട്. സോ അതൊക്കെ ഇതിൽ തന്നെ ഉൾക്കൊള്ളുമെന്ന് നമുക്ക് വിചാരിക്കാം. സോ സീസൺ 3 ആദ്യ എപ്പിസോഡ് സെപ്റ്റംബർ 22 പുറത്തിറങ്ങും. അറൗണ്ട് ഒരു 8-10 എപ്പിസോഡുകളായിരിക്കും ഈ ഒരു സീസണിൽ ഉണ്ടാവുക. ദെൻ സെപ്റ്റംബർ 27 ദേവര പാർട്ട് 1 പുറത്തിറങ്ങുന്നത്. നമ്മുടെ NTR പ്രധാന വേഷത്തിലെത്തുന്ന കൊർട്ടാല ശിവ സംവിധാനം ചെയ്യുന്നൊരു ചിത്രം. ആൻഡ് ഇതൊരു 2 പാർട്ട് മൂവിയാണ്. അൻവൃതാണ് ഇതിന് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. NTR കൂടാതെ ജാൻവി കപൂറും സൈഫ് അലി ഖാനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സോ ഒരു പാൻ ഇന്ത്യൻ റീച്ചിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും. അറൗണ്ട് ഒരു 300 കോടി ബഡ്ജറ്റിലേക്കാണ് സിനിമ പുറത്തിറങ്ങുന്നത്. ആൻഡ് തെലുങ്കിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസുകൾ ഒന്നുകൂടിയാണ് ദേവര പാർട്ട് 1. ആൻഡ് ഇതേ ദിവസം തന്നെ തമിഴിൽ നിന്നും നമ്മുടെ കാർത്തി നായകനായിരുന്ന മെയ്യ് അഴകണം എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. കാർത്തിയെ കൂടാതെ അരവിന്ദ് സ്വാമിയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഒരു ചിത്രം പ്രേംകുമാർ ആണ് സംവിധാനം ചെയ്യുന്നത്, നമ്മുടെ 96 ഒക്കെ ഡയറക്ടർ. ദെൻ സെപ്റ്റംബർ 27 വൂൾസ് എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ജോർജ് ക്ലൂണിയും ബ്രാഡ് പിറ്റും പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു സിനിമയാണ്. ഒരു ആക്ഷൻ കോമഡി ജോണറിൽ പെടുന്ന ഈ ഒരു സിനിമ റീസെന്റ് ആയിട്ട് ടോം ഹോളണ്ടിന് വെച്ച് പുറത്തിറങ്ങിയ സ്പൈഡർമാൻ സിനിമകളുടെ സംവിധായകനായ ജോൺ വാട്ട്സ് ആണ് സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമ ഒരാഴ്ച മുമ്പ് തിയേറ്ററിൽ റിലീസ് ചെയ്യുമെങ്കിലും ആപ്പിൾ TV പ്ലസിലൂടെ ആയിരിക്കും വേൾഡ് വൈഡ് ആയിട്ട് സെപ്റ്റംബർ 27 റിലീസ് ചെയ്യുക. ദെൻ സെപ്റ്റംബർ 27 തന്നെ മെഗാലോപോളിസ് എന്ന് പറഞ്ഞ സിനിമ കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോള എടുക്കുന്ന സിനിമയാണ്. ആഡം ഡ്രൈവർ ആണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. അപ്പോക്കലിപ്സ് നൗവിന്റെയും ഗോഡ് ഫാദർ സിനിമകളിലൊക്കെ തന്നെ ഡയറക്ടറാണ് ഈ ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോള. അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്ട് പോലെയാണ് ഈ സിനിമ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. കാരണം 1977 മുതൽ ഈ സിനിമയ്ക്ക് ഒരു പിച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയും ടൈം എടുത്ത് ഇത്രയും
ആരും അക്സെപ്റ്റ് ചെയ്യാതെ ഒരു സ്റ്റുഡിയോ എടുക്കാണ്ട് ഇദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അദ്ദേഹം തൻ്റെ എസ്റ്റേറ്റൊക്കെ വിറ്റിട്ടൊക്കെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ ഒരുപാട് വലിയ അല്ലെങ്കിൽ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഈ സിനിമ സെപ്റ്റംബർ 27 തീയതിക്കും പുറത്തിറങ്ങുക. ആൻഡ് ഈ വർഷത്തെ ഹോളിവുഡിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നുകൂടിയായിരിക്കും ഈ മെഗാലോപോളിസ് എന്ന സിനിമ. സോ ഇത്തരം സിനിമകളും സീരീസുകളാണ് ഈ മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന വലിയ റിലീസുകൾ. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ ഈ പറഞ്ഞവയിൽ നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത് സീരീസ് ഏതെന്നും കൂടി താഴെ കമന്റ് ബോക്സിൽ കമന്റ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.